ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാവട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഈ ആഴ്ചയിൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം നൽകി തന്ന ഈ വിലയേറിയ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന, ഈ പാഠം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാം 8ാമത്തെ പാഠത്തിലേക്ക് വരികയാണ്. സീനായി ഉടമ്പടി എന്നതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്ന പാഠത്തിൻ്റെ തലക്കെട്ട്. ആ സീനായി ഉടമ്പടി എന്താണ് എന്ന് എല്ലാ ദൈവമക്കൾക്കും വളരെ നല്ലതുപോലെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഇവിടെ ആമുഖത്തിൽ ചിന്തിക്കുന്നത് മിസ്രൈമിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിൻ്റെ മക്കളെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നിലേക്കാണ് തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുവാൻ ആഗ്രഹിച്ചതും എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവം സ്നേഹിക്കുന്ന, ദൈവം വിടുവിക്കുന്ന, ദൈവം വിളിച്ച് വേർതിരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിങ്കലേക്കാണ്, ദൈവസന്നിധിയിലേക്കാണ് കടന്നു വരുന്നത്. അവർ മറ്റെവിടേക്കുമല്ല പോകുന്നത്. നാം ഈ ഭൂമിയിൽ എവിടെ ജീവിച്ചാലും ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപക്ഷെ നമ്മൾ പല ഇടങ്ങളിലും വളരെ ദൂരത്താണെങ്കിലും നമ്മുടെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സമീപസ്ഥനാണ് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. കാരണം ദൈവത്തിന് ദൂരം ഇല്ല, അകലമില്ല, അല്ലേ? സമയത്തെയും കാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് ഒരിക്കലും കാലത്തിൻ്റെ ദൈർഘ്യം തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ ബന്ധത്തിൽ അതില്ല എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദൈവമായ യഹോവ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നത് തൻ്റെ അടുക്കിലേക്ക് തന്നെയാണ് എന്ന് പുറപ്പാട് പുസ്തകം 19-ന്റെ 4-ാം അധ്യായം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത് തന്നിലേക്കാണ്, തൻ്റെ അടുക്കിലേക്കാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യർ അകന്നു പോകുമ്പോൾ ദൈവം അവരെ തിരികെ വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഉദാഹരണങ്ങളും ഉണ്ട്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ലംഘനം ചെയ്തതിന് ശേഷം പാപം ചെയ്തപ്പോൾ അവർക്ക് ഭയമുണ്ടായി. ഒരു ദൈവസന്നിധിയിൽ നിന്ന് ഒളിക്കുവാൻ ഇടയായി. അവിടെ ദൈവം പതിവ് പോലെ കടന്നു വന്നിട്ട് അവർ വിളിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ ആദത്തെ വിളിക്കുന്നു, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഓരോ ദിവസവും, ഓരോ നിമിഷവും അകന്നു പോകുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവം വിളിക്കുന്നുണ്ട്. പല വിധത്തിൽ, പല മുഖാന്തരങ്ങളിൽ, പല രീതിയിൽ, പല വ്യക്തികളിലൂടെ, പല ആശയങ്ങളിലൂടെ ദൈവം തിരികെ വിളിക്കുന്നു എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ തന്നിലേക്ക് ആണ് കൊണ്ടുവരുന്നത്. തൻ്റെ
അടുത്തേക്ക് വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ദൈവത്തെ വിട്ട് അകന്നു പോകുവാനല്ല. അപ്പോൾ നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, എൻ്റെ നുകം നിങ്ങളുടെ മേൽ ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു. ഇപ്പോൾ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുവൻ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ സൂക്ഷിക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിന് നമ്മോടുള്ള ആഴമേറിയ കരുണ എത്രമാത്രം വലുതാകുന്നു എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും കാരണമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം പുറപ്പാട് പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ആമുഖത്തിൻ്റെ കൺക്ലൂഷനായിട്ട്, ഉപസംഹാരമായിട്ട് നമുക്ക് മനപ്പാഠവാക്യം വായിക്കാം. മിസ്രയീമ്യരോട് ഞാൻ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകളിൽ വഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതും നിങ്ങൾ കണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ നിയമം പാലിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്കൊരു പ്രത്യേക നിധിയായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എനിക്കുള്ളതാണ്. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കും. എത്ര മഹത്വകരമായ ഒരു പ്രസ്താവനയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത്. അതായത് ഈ ഭൂമി മുഴുവൻ എനിക്കുള്ളതാണ്, അല്ലേ? മറ്റാർക്കും അത് അവകാശപ്പെടുവാൻ കഴിയില്ല. യഹോവയായ ദൈവത്തിനല്ലാതെ ഈ സകലവും എൻ്റേതാകുന്നു എന്ന് പറയുവാൻ മറ്റാർക്കും കഴിയില്ല എന്നത് സത്യമായൊരു കാര്യമാണ്. കാരണം ഇത് സൃഷ്ടിച്ച ഒരു ദൈവത്തിന് മാത്രമേ ഇതെൻ്റേതാകുന്നു എന്ന് പറയുവാൻ അല്ലെങ്കിൽ അവകാശപ്പെടുവാൻ കഴിയൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം ആരായിരിക്കണമെന്നാണ്? അപ്പോൾ നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഒരു പുരോഹിത രാജ്യം ആയിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ഒരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിട്ടവർ മാറണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു പുരോഹിത രാജ്യവും ആ ജനം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജനവും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധ ജനം ആയിരിക്കുവാനും നമ്മുടെ സമൂഹം ഒരു പുരോഹിത സമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു പുരോഹിത രാജ്യം ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കങ്ങനെ ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ അല്ലെങ്കിൽ നന്മ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് കാണാം. ഞായറാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ സീനായി പർവ്വതത്തിൽ നമുക്കറിയാം ദൈവം തൻ്റെ ജനത്തെ ആ മരുഭൂമിയിലൂടെ നടത്തി അവർ ഇപ്പോൾ സീനായി പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മോശ അനേക തവണ ദൈവത്തെ ഇവിടെ കണ്ടുമുട്ടുന്നതായിട്ടും
ദൈവത്തോട് സംസാരിക്കുന്നതായിട്ടും നമുക്ക് തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. മാത്രമല്ല അനേക വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മോശയുടെ അനുഭവങ്ങൾക്ക് ശേഷം ഏലിയാവ് ദൈവത്തെ ഇവിടെ കണ്ടുമുട്ടുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ദൈവം ഈ സീനായി പർവ്വതത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ജനത്തോട് സംസാരിക്കുവാനും ഏൽപ്പിക്കുവാനും അവരെ ലളിതമായി പഠിപ്പിക്കുവാനുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം ഒരു വർഷക്കാലം ഈ ഇസ്രായേൽ ജനം സീനായിൽ ജീവിച്ചു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വെച്ച് നിരവധി നിയമങ്ങൾ ഇസ്രായേലിനായിട്ട് ദൈവത്തിൻ്റെ ആലോചനപ്രകാരം നിർദ്ദേശപ്രകാരം ഉണ്ടാക്കുന്നതായിട്ടും നിർമ്മിക്കുന്നതായിട്ടും നമുക്ക് കാണാം. മാത്രമല്ല ഈ മോശയുടെ 5 പുസ്തകങ്ങളിലും കാണപ്പെടുന്ന വിവരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഈ സീനായി പർവ്വതത്തിലെ ജീവൻ തന്നെയാണ്. അതിൻ്റെ കാരണം ഇവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ ജനം അല്ലെ ഇസ്രായേൽ ജനം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് മാറുന്നത്. അപ്പോൾ സീനായി പർവ്വതം എന്ന് പറയുന്നത് മോശയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഇടമാണ്. അനേക കാര്യങ്ങൾ കൊണ്ട് അവരുടെ മരുഭൂമി യാത്രയിലെ ഒരു വിശ്രമ സ്ഥലം എന്നതും യഹോവ ദൈവം അവർക്ക് പ്രത്യക്ഷമായ മോശയോട് സംസാരിച്ച മോശ മുഖാന്തരം ദൈവജനത്തിന് ദൈവം നൽകുവാൻ ആഗ്രഹിച്ച അവർ വിശുദ്ധ നിയമം ഉൾപ്പെടെയുള്ള മറ്റനേക കാര്യങ്ങൾ നൽകുവാൻ ഇടയായി തീർന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ഒരു വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ട് അതിനെ മറികടക്കുവാനുള്ള ഒരു സന്ദർഭം സംജാതമായതുമൊക്കെ ഈ സീനായി പർവ്വതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. അതാണ് സീനായി പർവ്വതത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ ദൈവം തനിക്കും തൻ്റെ ജനത്തിനും ഇടയിൽ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു, ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. അവരൊരു പ്രത്യേക നിധിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ ജനം അനുസരിക്കുവാനും പാലിക്കുവാനും വിശ്വസ്തയുള്ളവരായിട്ട് മുൻപോട്ട് ആയിരിക്കാനും ദൈവം ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വിശുദ്ധ ജനമായിട്ട് അവർ മാറുവാനും ആ സമൂഹം ഒരു പുരോഹിത സമൂഹമായിട്ട് നിലനിൽക്കുവാനുമൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് ദൈവം സീനായി പർവ്വതത്തിൽ ഈ ജനത്തോട് ഈ ഉടമ്പടി വയ്ക്കുമ്പോൾ ദൈവം ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനമായിരിക്കുമെന്ന് പുറപ്പാട് 6:7 ലേവ്യ പുസ്തകം 6:12 മറ്റനേക വാക്യങ്ങളിൽ ദൈവം ഇത് ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ സീനായി പർവ്വതം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ പർവ്വതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നും ദൈവത്തിൻ്റെ തൻ്റെ ജനമായ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടവും ഇസ്രായേൽ
ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ ഏറ്റവും നിർണായകമായ ഒരു സ്ഥലവുമായിരുന്നു സീനായി പർവ്വതം. ഇപ്പോൾ ഇവിടെ നിന്ന് ദൈവം തന്റെ ജനത്തിന് നൽകുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം അവരോട് സംസാരിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. നാം തിങ്കളാഴ്ച ഭാഗത്തേക്ക് കടന്നു വരികയാണ്. സമ്മാനത്തിനായി തയ്യാറെടുക്കുന്നു എന്നാണ്. എന്താണ് സമ്മാനം? എന്തിനാണ് തയ്യാറെടുപ്പ് നടത്തുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ നിയമമായ 10 കൽപ്പനകൾ സ്വീകരിക്കുവാൻ ജനം എങ്ങനെ തയ്യാറാകണമെന്ന് മോശയോട് ദൈവം സംസാരിക്കുന്നു. അപ്പൊ ഈ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമം തൻ്റെ ജനത്തിന് നൽകുവാൻ ദൈവം ചിന്തിക്കുമ്പോൾ അത് ഒരു സാധാരണ നിലയിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യവും നിർവഹിക്കാൻ പാടില്ലാത്ത ഒരു കാര്യവുമാണ് എന്ന് ജനം തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ജനത്തെ അത് പഠിപ്പിക്കുവാനും ആ ദൈവത്തിൻ്റെ സമ്മാനമായ തൻ്റെ വിശുദ്ധ നിയമം സ്വീകരിപ്പാൻ തക്കവണ്ണം ആ ജനത്തെ ഒരുക്കുവാനും ആ ജനത്തെ തയ്യാറാക്കുവാനും മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ തിരുവചനത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ വിശുദ്ധ 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ ഇല്ല എങ്കിൽ നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രതിപാദ്യം അർത്ഥമില്ലാത്തതോ അതിരുകളില്ലാത്തതോ അല്ലെങ്കിൽ ന്യായീകരണമില്ലാത്തതോ ആയി തീരുവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വിരലുകളാൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങളാണ് 10 കൽപ്പനകൾ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ദൈവ മക്കളായ ഇസ്രായേലിനെയും പഠിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അത് ദൈവം തൻ്റെ ജനവുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയായിരുന്നു ഈ വിശുദ്ധ നിയമമായ 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ ന്യായവും വിശുദ്ധവുമായ ഒന്നാണ് എന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നാം 10 കൽപ്പനകളെ കുറിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ എബ്രായ വാക്കുകളുടെ അർത്ഥം ഉടമ്പടിയുടെ വാക്കുകൾ അല്ലെങ്കിൽ 10 വാക്കുകൾ എന്ന് ഭാഷാന്തരം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഉടമ്പടിയുടെ വാക്കുകളായിട്ടാണ് എബ്രായ ഭാഷയിൽ 10 കൽപ്പനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം തൻ്റെ മക്കളുമായിട്ട് ചെയ്യുവാൻ പോകുന്ന ഉടമ്പടി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റ് പല അർത്ഥങ്ങളും ഈ 10 കൽപ്പനകൾക്ക് പല ഭാഷാന്തരങ്ങളിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നാം മനസ്സിലാക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ 2 പതിപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പുറപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 17-ലും അതുപോലെ ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നത് ദൈവം തൻ്റെ വിരലുകളാൽ എഴുതപ്പെട്ട 10 കൽപ്പനകൾ അതിനുശേഷം മോശയോട്
ദൈവം സംസാരിക്കുന്ന തൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നാം സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഈ 10 കൽപ്പനകളെ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ടും ദൈവസ്നേഹമായിട്ടും അവിടെ വിവരിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം അപ്പോസ്തലൻ പൗലോസ് എഴുതുമ്പോൾ എൻ്റെ 13-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 10 കൽപ്പനകളെ ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് ആണ് പൗലോസ് കാണുന്നത്, ചിത്രീകരിക്കുന്നത്. അതുപോലെ 1 യോഹന്നാൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും നാം പൊതുവെ പറയുമ്പോൾ ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവം തന്നെ ജനവുമായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഉടമ്പടിയും നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ വിരലുകളാൽ എഴുതപ്പെട്ട വിശുദ്ധ നിയമം നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവം മോശയോട് പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ മോശയോട് സംസാരിച്ച തൻ്റെ നിയമങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഈ സമ്മാനം അല്ലെങ്കിൽ ഈ വിശുദ്ധ ഉടമ്പടി സ്വീകരിക്കുവാൻ ആ ജനത്തെ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഈ സമ്മാനം വാങ്ങുവാൻ ജനത്തെ തയ്യാറാക്കുക എന്നാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ചൊവ്വാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത്, വായിക്കുന്നത് 10 കൽപ്പനകളുടെ സമ്മാനം എന്നാണ്. എന്താണ് 10 കൽപ്പനകളുടെ സമ്മാനം? നമുക്കറിയാം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ആരംഭം കൽപ്പനകളിൽ നിന്നല്ല തുടങ്ങുന്നത്, മറിച്ച് തൻ്റെ കൃപയോടുകൂടിയ പ്രവൃത്തിയിൽ നിന്നാണ് എന്ന് നമ്മെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പം ഇസ്രായേലിന് സ്വാതന്ത്ര്യവും രക്ഷയും നൽകിയ ദൈവം തൻ്റെ കൃപയാണ് ആ ജനത്തോട് അവിടെ കാണിക്കുന്നത്. തൻ്റെ കൃപ എത്രമാത്രം ആ ജനത്തിന്, ഇസ്രായേലിന് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാവുന്നു എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങൾ, ഉടമ്പടികൾ മിസ്രൈമിൽ വെച്ച് ജനത്തിന് കൊടുത്തിട്ട് കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചുവോ? ഏതായാലും ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കണം, തൻ്റെ അടുക്കലേക്ക് ജനത്തെ കൊണ്ടുവരണം, ഈ ജനം എൻ്റെ ജനമായിരിക്കണം, ഞാൻ അവരുടെ ദൈവമായിരിക്കും എന്ന് ചിന്തിച്ച യഹോവ ദൈവം ആ മിസ്രൈമിൽ നിന്ന് ഈ ഉടമ്പടി നൽകിയിട്ട് കൊണ്ടുവരാമെന്ന് ചിന്തിച്ചില്ല. ഇവിടെയാണ് സിനായ് പർവ്വതത്തിൽ വന്നപ്പോഴാണ് ഇവിടെ വെച്ചാണ് ഈ 10 കൽപ്പനകൾ കൊടുക്കുവാൻ ദൈവം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ ഇസ്രായേലിന് സ്വാതന്ത്ര്യം രക്ഷയും നൽകി കർത്താവ് തൻ്റെ കൃപ അവരോട് കാണിച്ചു. അപ്പൊ 10 കൽപ്പനകളുടെ പ്രധാന സംഗ്രഹ പദം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സ്നേഹമാണ്. അല്ലേ? ആ 10 കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തെ നാം 2ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹം. 2, മനുഷ്യനോടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അയൽക്കാരനോടുള്ള സ്നേഹം. അപ്പോൾ ഇത് 2ആയാലും അതിലെ പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്.
അപ്പൊ 10 കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നത് സ്നേഹമാണ്. അപ്പം ഈ ദൈവികമായ ഒരു സ്നേഹത്തെക്കുറിച്ച് എത്രമാത്രം പ്രാധാന്യത്തോടെ പ്രതിപാദിക്കുന്ന, സംസാരിക്കുന്ന മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇതിൽ ആദ്യത്തെ 4 കൽപ്പനകൾ എന്ന് പറയുമ്പോൾ നാം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് വളരെ ലളിതമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ ഉപദേശിക്കുന്നു. തുടർന്നുള്ള 6 കൽപ്പനകൾ എന്ന് പറയുന്നത് നമ്മുടെ അയൽക്കാരനെ നമുക്കെങ്ങനെ സ്നേഹിക്കാം, അല്ലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം. ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യനുള്ള സ്നേഹം, അല്ലേ? അപ്പൊ ഈ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെങ്ങനെ ഉണ്ടാക്കുവാനും അത് ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കുവാനും ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാനും കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രഥമവും പരമോന്നതമായ സ്ഥാനം നാം ദൈവത്തിന് നൽകുന്നുണ്ടോ, നാം ദൈവത്തെ ആദരിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക, അല്ലേ? അപ്പം നാം എത്രമാത്രം പ്രാധാന്യം അല്ലെങ്കിൽ എത്രമാത്രം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം, ആദരവ്, ബഹുമാനം നമ്മൾ ദൈവത്തിന് നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, അനേക മനുഷ്യര് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് മറ്റ് പല രൂപങ്ങളെ ആരാധിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും അതിനു മുമ്പിൽ തലവണക്കുകയും കൈകൂപ്പുകയും നേർച്ചകളിടുകയൊക്കെ ചെയ്യുന്ന രീതികൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം എന്ന നമ്മുടെ സൃഷ്ടാവായ കർത്താവിനെ മറ്റ് രീതിയിലേക്ക്, മറ്റ് പലതിൻ്റെയും രൂപത്തിലേക്കും അല്ലെങ്കിൽ ആകൃതിയിലേക്കും രൂപമാറ്റം ചെയ്ത് നാം പ്രതിഷ്ഠിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ നാം എത്രമാത്രം നമ്മുടെ ദൈവത്തെ നമ്മൾ ആ വലിയ മഹത്വത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ആ പദവിയിൽ നിന്ന് നമ്മൾ മാറ്റുന്നു എന്നതാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനം നാം ഈ പ്രകൃതിയിൽ മറ്റൊന്നിനും നൽകുവാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട്, അല്ലേ? കാരണം പക്ഷികളോ മൃഗങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു രൂപങ്ങളും ദൈവത്തിൻ്റെ രൂപമല്ല. അവിടെയൊന്നും നമുക്ക് ദൈവത്തെ അവിടെ കാണുവാനും പ്രതിഷ്ഠിക്കുവാനും കഴിയില്ല. അതുപോലെ നാം എന്ത് ചെയ്യരുത്? ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് അത് വിശുദ്ധ നാമമാണ്, അത് അതുല്യ നാമമാണ്, അത് ശ്രേഷ്ഠമായ നാമമാണ്, എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ നാമം നാം പാപികളായ മനുഷ്യർ വൃഥ നമ്മുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും നമ്മുടെ ഏതെങ്കിലും അല്ലെങ്കിൽ ജീവിത അല്ലെങ്കിൽ സാഹചര്യങ്ങളിലോ സന്ദർഭങ്ങളിലോ എടുത്ത് വെറുതെ ഉപയോഗിക്കരുത് എന്നതും ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന കാര്യമാണ്. എൻ്റെ നാമം എന്ത് ചെയ്യരുത്? വൃഥ എടുക്കരുത്. അതിലുപരിയായിട്ട് ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ പ്രശസ്തിയും സ്വഭാവവും നാം ആദരിക്കുകയും ദൈവത്തിൻ്റെ വിശ്രമത്തിൻ്റെ ആരാധനയുടെ ദിവസമായ ശബത്തിനെ നാം ബഹുമാനിക്കുകയും നാം ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ നിയമം നമ്മൾ സംസാരിക്കുന്നു. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, അല്ലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം വിവാഹത്തെ മാനിക്കുക,
മറ്റുള്ളവരുടെ സ്വത്തിനെ ബഹുമാനിക്കുക, മറ്റുള്ളവരുടെ പ്രശസ്തിയെ ബഹുമാനിക്കുക, സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ സ്വഭാവത്തെ കളങ്കപ്പെടുത്താതിരിക്കുക. അതുപോലെ നാം ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്നാണ്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് വിശുദ്ധ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സ്നേഹം പൊള്ളയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങളെ നാം അനുസരിക്കണം. അതിന് നാം ബാധ്യസ്ഥരാണ്. ഇപ്പോൾ 10 കൽപ്പനകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് 10 വാഗ്ദാനങ്ങളാണ്. ദൈവം തൻ്റെ ജനത്തോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. ദൈവത്തിന് വിശുദ്ധ നിയമമാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ രാജ്യം പുരോഹിത രാജ്യവും ദൈവത്തിൻ്റെ ജനം വിശുദ്ധ ജനവുമായിരിക്കുവാൻ ദൈവം നൽകിയിട്ടുള്ള തൻ്റെ വിശുദ്ധ നിയമങ്ങളാണ് 10 കൽപ്പനകൾ. അത് ഭാരമുള്ളവയല്ല എന്ന് ദൈവജനം പറയുമ്പോൾ ആ ഭാരമില്ലാത്ത ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങളെ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി നിലനിൽക്കുവാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ പ്രകാരം നമുക്ക് ജീവിക്കുവാൻ ഇടയാകുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. നാം ബുധനാഴ്ചയിലേക്ക് കടന്നു വരുന്നു. ബുധനാഴ്ചയിലെ തലക്കെട്ട് ദൈവ കൽപ്പനകളുടെ വ്യത്യസ്ത ധർമ്മങ്ങൾ എന്നാണ്. അപ്പോൾ എന്താണ് ഈ ദൈവകൽപ്പനകളുടേതായ വിധങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ, അല്ലെങ്കിൽ അത് നിറവേറ്റുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന അതിൻ്റെ പ്രാധാന്യം, അല്ലെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ലേഖനത്തിൽ, റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ന്യായപ്രമാണം വിശുദ്ധമാണ്, കൽപ്പന വിശുദ്ധവും നീതിയും നല്ലതുമാണ് എന്ന് പൗലോസാണ് പറയുന്നത്. ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് ദൈവ നിയമങ്ങളെ സംബന്ധിച്ചും കർത്താവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പരിവർത്തനത്തിന്, മനസാന്തരത്തിന് അത് ഉതകുന്നു എന്നതിനെക്കുറിച്ചും അത് പാലിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചുമൊക്കെ പല ഭാഗങ്ങളിലായിട്ട് പൗലോസ് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യായപ്രമാണം തിന്മയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒന്നാണ്. പാപത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അത് ജ്ഞാനം, വിവേകം, ആരോഗ്യം, സമൃദ്ധി, സമാധാനം എന്നിവ നൽകുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ് ഇവയൊക്കെ. ജ്ഞാനം ലഭിക്കുക, വിവേകം ലഭിക്കുക, ആരോഗ്യം ലഭിക്കുക, സമൃദ്ധി ലഭിക്കുക, സമാധാനം ലഭിക്കുക. ഇത് ഒരു മനുഷ്യൻ എത്ര മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചാലും ഉണ്ടാക്കി നിലനിർത്താൻ കഴിയുന്നൊരു കാര്യമല്ല. ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ച് സമാധാനം നിലനിർത്തുവാൻ സാധിക്കില്ല, അല്ലെ സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ സ്വന്തമായി ചിന്തിച്ചുകൊണ്ട് തൻ്റെ ജ്ഞാനം വർദ്ധിക്കുകയില്ല. ഇതിനൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അടയാളമാണ് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ എന്നും മാത്രമല്ല, നമ്മളെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുന്ന, നയിക്കുന്ന ശിശുപാലകനാണ്
ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്നും നമ്മുടെ പാവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്ന, നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ എന്നും നാം മനസ്സിലാക്കുമ്പോൾ, നമുക്ക് നമ്മളെ കണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് പരിഹരിക്കുവാൻ നാം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. കണ്ണാടി നമ്മുടെ മുഖത്തെ അഴുക്കിനെ കാണിച്ചു തരുന്നു, പക്ഷേ ആ അഴുക്കിനെ കളയുവാൻ കണ്ണാടിക്ക് കഴിയില്ല. എന്നതുപോലെ തന്നെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ എന്താണ് എന്ന് നമ്മളെ കാണിക്കുന്നു. പക്ഷേ ആ പാപങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ നാം തന്നെ തീരുമാനമെടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ, നാം ജീവിക്കണം എങ്കിൽ മാത്രമേ ആ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയൂ. അപ്പോൾ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണത്താൽ ആവുന്നു ഞാൻ പാപം എന്താണ് എന്ന് മനസ്സിലാക്കിയത്. ന്യായപ്രമാണം ഇല്ലെങ്കിൽ ഞാൻ പാപത്തെ അറിയുമായിരുന്നില്ല. അപ്പോൾ എന്താണ് പാപം എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനകൾ എന്ന് പറയുന്നത്. റോമക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് പറയുന്നത്, കൽപ്പനയുടെ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിട്ടില്ല. അല്ലേ? അപ്പം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദൈവകൽപ്പന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായിട്ട് വളർന്ന് ദൈവത്തിൻ്റെ മക്കളായി നിലനിൽക്കുവാൻ അനേക കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്, ശക്തീകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, നമ്മളെ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിർത്തുന്നുണ്ട്, നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുമ്പോൾ നാം ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നു, രണ്ട് നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുന്നു, നമ്മുടെ പാപത്തെ തിരിച്ചറിയുന്നു, പാപത്തെ നാം ഉപേക്ഷിക്കുന്നു, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അപ്പം നമ്മൾ ദിവസം നമ്മളെ ഒരു പുതിയ സൃഷ്ടിയായി പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ മക്കളായി, വിശുദ്ധ ജനമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ പറയുമ്പോൾ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നമ്മളെ സഹായിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ എന്ന് വളരെ ചുരുക്കമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. നമ്മൾ വ്യാഴ്ചയിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണം നമുക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് നമുക്ക് അവിടെ കാണാം. 10 കൽപ്പനകളെ വിവരിക്കുവാൻ മോശയുടെ എഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, എബ്രായ പദം ദബാരിം എന്ന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം വാക്കുകൾ എന്നാണ്. ഇത് ഏകവചനമായിട്ടും അതുപോലൊരു വാഗ്ദാനമായിട്ടും വാഗ്ദാനം എന്നും നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്നു. 10 കൽപ്പനകൾ 10 വാഗ്ദാനങ്ങളാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളെ ശരിയായ പാതയിൽ നയിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം, നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവാൻ സഹായിക്കുന്ന വാഗ്ദാനം, ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന് നമ്മളെ സമർപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വാഗ്ദാനം, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് വളർന്നു വരുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വാഗ്ദാനം. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഈ ന്യായപ്രമാണത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് പറയുമ്പോൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കുവാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുവാനോ അല്ല കടന്നു വന്നത്, ആ ന്യായപ്രമാണത്തെ
ഉറപ്പിക്കുവാനത്രേ എന്നാണ്. ഇവിടെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ യാഥാർത്ഥ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവും വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്ന, അത് വ്യക്തമാക്കി തരുന്ന ഒരു അടയാളവും അതിൻ്റെ താക്കോലുമാണ് ക്രിസ്തു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ന്യായപ്രമാണമാണ് ക്രിസ്തു ആരാകുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. നാം രക്ഷ പ്രാപിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, നമ്മുടെ വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസമാണ് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ വിശ്വാസവും പ്രവൃത്തിയും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടും സമ്മേളിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ഒരു ശരിയായ രൂപാന്തരം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രവൃത്തിയില്ലാത്ത ജീവിതം ചത്തതാകുന്നു. ഒരുവൻ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവനിൽ കാണുകയും ചെയ്യണം. അപ്പം അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ യോഗ്യരായിത്തീരും. അങ്ങനെയാണ് നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ നീതിക്കായിട്ട് കണക്കിടുവാൻ ഇടയായി തീർന്നത് എന്ന് അവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് ന്യായപ്രമാണം നമുക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, വാഗ്ദത്തമാണ്. 10 കൽപ്പനകൾ 10 വാഗ്ദാനങ്ങളാണ്. പാപത്തെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചൂണ്ടുപലകയാണ്. ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്ന ശിശുപാലകനാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപയോട് കൂടിയ നിയമങ്ങളാണ് 10 കൽപ്പനകൾ. അത് അനുസരിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുരോഹിത സമൂഹം ഈ രാജ്യത്ത്, ഈ ലോകത്തുണ്ടാകുവാൻ ഈ 10 കൽപ്പനകൾ അനുസരിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി തീരും. ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ മക്കളായി ഈ ലോകത്ത് നിലനിൽക്കുവാൻ, ജീവിപ്പാൻ, ഈ അന്ത്യനാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതു തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കർത്താവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ പ്രിയമക്കളായിട്ട് ഈ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് മുൻപോട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്ന സമയം വരെയും കർത്താവിൻ്റെ വിശാലമായ ചെറിയ മറവിൽ നമ്മളെല്ലാവരെയും നമ്മുടെ സ്നേഹവാനായ ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ വചനം അടിയങ്ങൾക്ക് വീണ്ടും പഠിപ്പാൻ
വിശേഷയാൽ അവിടുത്തെ വിശുദ്ധ കൽപ്പനകളെക്കുറിച്ച് അടിയങ്ങൾ കർത്താവ് ഒന്നുകൂടി ചിന്തിപ്പാൻ, ആ കൽപ്പനകളുടെ പ്രാധാന്യം, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ മഹത്വം എന്താകുന്നു എന്നും, എന്തുകൊണ്ടാണ് ആ വിശുദ്ധ കൽപ്പനകൾ ദൈവം തൻ്റെ ജനത്തിന് നൽകിയതും, അതിനുദ്ദേശം എന്തായിരുന്നു എന്നും കർത്താവ് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ ഇടയായല്ലോ. തൻ്റെ മക്കൾ തനിക്ക് വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് പാപത്തിൽ നിന്ന് വരെ പൂർണ്ണമായിട്ടും വിടുവിച്ച് ദൈവ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് ജീവിപ്പാൻ തക്കോണം ആത്മീയമായ കർത്താവിൻ്റെ മക്കളെ പ്രാപ്തരാക്കുവാനും ശക്തീകരിക്കാനും ബലപ്പെടുത്തുവാനും അവിടുത്തെ ദൈവിക നിയമങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് എന്ന് തിരുവചനങ്ങൾ ഉപദേശിക്കുന്ന പോലെ അടിങ്ങൾ അത് മനസ്സിലാക്കുവാനും അൻപ്രകാരം ജീവിപ്പാനും അടിങ്ങൾ സഹായിക്കണം. ഈ പാഠബന്ധത്തെ സംബന്ധിച്ചല്ല നിൻ്റെ മക്കളെയും കർത്താവെ അവിടുത്തെ സ്നേഹത്തിലും അവിടുത്തെ കരുണയിലും കൃപയിലും അവിടുന്ന് കാത്തുകൊള്ളണം. കർത്താവിൻ്റെ കൃപയെ സൂക്ഷിക്കണം. വീണ്ടും കർത്താവിടെ അടിയങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടുന്ന ആ സമയം വരെയും അടിയങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ചെറുവൻ മറവിൽ അവിടുന്ന് കരുണയോടും സ്നേഹത്തോടും കൃപയോടും കാത്തു സൂക്ഷിക്കണം. എല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പിടിപ്പിക്കണം. മാനവമൊത്ത കർത്താവ് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ മക്കൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. ആമേൻ.